ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. ഇന്ന് നമ്മൾ കുക്കർ ബിരിയാണി വെക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് 1.5 കിലോ ബസുമതി അരി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. അതിൻ്റെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. അതിനകത്ത് എണ്ണ, നെയ്യ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്ര ഇട്ട് തിളപ്പിച്ചതിന് ശേഷം അരി ഇടുന്നു. 1.5 കിലോ അരിക്ക് വേണ്ടി നമ്മൾ 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. 1 സ്പൂൺ കുരുമുളക് മുഴുവനേ ഉള്ളത് വേണം. കുരുമുളക് പൊടി വേണം 1/2 സ്പൂണ്. 4 പട്ട, 6 ഗ്രാമ്പു, മുളക് പൊടി 1/2 സ്പൂണ്, സോയാ സോസ് 1 സ്പൂണ്, മാഗി ക്യൂബ്സ് 3 എണ്ണം, ക്യാപ്സിക്കം 1 എണ്ണം കഷ്ണമാക്കി ഇടണം, നാരങ്ങ അരമുറി പിഴിഞ്ഞൊഴിക്കണം, എണ്ണയും കുറച്ചൊഴിച്ച് ഇതെല്ലാം കൂടെ ചേർത്ത് കുഴച്ച് വെച്ചിരിക്കുന്നു. കുക്കറിനകത്ത് ചിക്കൻ എല്ലാം തയ്യാറാക്കിയതിനകത്തോട്ട് പകുതി വെന്ത അരി ഇതേ കാണുന്നു. അരി പകുതിയേ വേകാവുള്ളൂ, അല്ലെ ഒരുപാട് വെന്തു പോകും. ഇനി ഇതിനകത്തിരുന്ന അരിയും ചിക്കനും കൂടെ വേകുന്നത്. എന്നിട്ട് ഒരു 3-4 പച്ചമുളക് ഇങ്ങനെ കുത്തി നിർത്തിയേക്കുന്നത് ഇത് കാണാമല്ലോ. ഇനി ഇതിൻ്റെ പുറത്തോട്ട് ഒരല്പം പാലിനകത്ത് ഒരു ശകലം മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ നെയ്യും എല്ലാം കൂടെ ചേർക്കുന്നു. ഇനി കുക്കർ അടച്ച് നമ്മൾ വയ്ക്കുന്നു. അതിന് ശേഷം ഓഫാക്കി അതിൻ്റെ ആവി പോയതിന് ശേഷം തുറന്നെടുക്കുമ്പോൾ ബിരിയാണി റെഡി. കുക്കർ ബിരിയാണി റെഡി. കുക്കർ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. ഇനി ഒന്ന് തുറന്ന് നോക്കുവാണേ. വേണ്ടോ, നല്ല കറക്റ്റായിട്ട് അരിയെല്ലാം വെന്തിട്ടുണ്ട്. ഇനി തട്ടിയിട്ട് കഴിച്ചാൽ മതി. നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ ഈ ബിരിയാണിക്ക് സാധാ ബിരിയാണി പോലെ കറിയുടെ ആവശ്യമൊന്നുമില്ല, വെറുതെ തിന്നാൽ മതി. എന്നാലും ഞാൻ കുറച്ച് സലാഡ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി, സവാള, പച്ചമുളക്, ക്യാരറ്റ്, പിന്നെ യോഗട്ട്, ഉപ്പ്. ബിരിയാണി എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കി കഴിക്കണം. ഏറ്റവും നല്ല എളുപ്പത്തിൽ ചെയ്യാവുന്ന ബിരിയാണിയാണിത്. എല്ലാവരും വെക്കുമെന്ന് വിശ്വസിക്കുന്നു. ആഹാ, നല്ല മണമുണ്ട്. ചിക്കനൊക്കെ നല്ല ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട്.